നാഷണൽ ഹൈവേകളിലൂടെയുള്ള യാത്രാ പ്രശ്നത്തിന് പരിഹാരം തേടി സ്വതന്ത്ര ബസ് തൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. പയ്യന്നൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ബസ് തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. താറുമാറായി കിടക്കുന്ന നാഷണൽ ഹൈവേകളിലൂടെയുള്ള യാത്രാ പ്രശ്നത്തിന് പരിഹാരം തേടിയാണ് ഒരു കൂട്ടം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ അനിശ്ചിതകാല ബസ് പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്. തൊഴിലാളി യൂണിയനുകളുടെയും ബസ് ഉടമകളുടെയും അസോസിയേഷന്റെയും പിന്തുണ ഇല്ലാതെയാണ് ഇവർ പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പയ്യന്നൂർ മുതൽ കോഴിക്കോട് വരെയുള്ള നാഷണൽ ഹൈവേകളിലൂടെ ഓടുന്ന ബസ് തൊഴിലാളികളാണ് പണിമുടക്കിയത്. താൽക്കാലിക പരിഹാരമായ റോഡിലെ കുഴികളെങ്കിലും അടയ്ക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പണിമുടക്ക് കാരണം ബുദ്ധിമുട്ട് നേരിട്ട പൊതുജനങ്ങളോട് മാപ്പ് പറയുന്നതായും ഇവർ പറഞ്ഞു. ഇന്ന് ഈ ഒരു ബസ് നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായതെന്ന് പറഞ്ഞാല് നമ്മളെ റോഡിന്റെ ഈ ശോചനീയമായ അവസ്ഥയുകൊണ്ടാണ് നമ്മൾ നിർത്തേണ്ടി വന്നത്. അപ്പം ഒരുപാട് കാലമായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്നും നമ്മളിങ്ങനെ ദിവസം കോഴിക്കോട് പോവുക, പല വഴിക്ക് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ട്. പക്ഷെ എന്നാലും ഈ പല വഴിക്ക് പോകുന്ന സമയത്തും ആ വഴിയിൽ പോലും എന്ത് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ബുദ്ധിമുട്ടായിട്ട്, അത് അവരെ തെറ്റ് പറയുന്നതല്ല, പക്ഷെ എന്നാലും നമ്മളേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഈ പണി നമുക്ക് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗതികെട്ടിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ആരെയും ബുദ്ധിമുട്ടിക്കണം എന്നുള്ളൊരു ആവശ്യത്തിലല്ല നമ്മൾ ചെയ്തത്. ഇപ്പൊ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെതായ സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. പക്ഷെ എന്ത് കാരണം വെച്ചാലും നമുക്കെന്ന് പറഞ്ഞാല് നമ്മളെ ജീവിതം പോലും എന്താകുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. നമ്മള് ഇപ്പം ഹൈവേന്റെ പണിയെടുക്കലോ അല്ല അതിന്റെ പണി കഴിഞ്ഞിട്ടോ ഒന്നുമല്ല പറയുന്നത്. ഇപ്പം നിലവിലുള്ള കുണ്ടുകള് അതൊന്ന് അടച്ചു തന്നു കഴിഞ്ഞാൽ തന്നെ വലിയ ഉപകാരമാണ്. അതിന് വേണ്ട അതിനുള്ള അധികാരികൾ എന്താണോ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അധികാരികൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യുക, അല്ലാണ്ട് നമുക്കാവൂല അതിനെപ്പറ്റി, നമുക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. പിന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മള് സ്വമേധ മാപ്പ് പറയുന്നത്. എന്താ വെച്ചാൽ നമ്മളെ സാഹചര്യം അത്രയും മോശമായത് കൊണ്ടാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അത്ര പോലും ജനങ്ങൾ നമ്മളോട് സഹകരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയൂ. ഈ കാര്യങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇതിന്റെ റോഡ് പണിയുടെ കാര്യങ്ങളിൽ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് പണിയാണ് ഇവിടുത്തെ. ഏത് ഈ പറഞ്ഞ വെച്ചാല് വടകര കുഞ്ഞിപ്പള്ളി മുതൽ വെങ്ങളം വരെയുള്ള റോഡ് പണി വളരെ അശാസ്ത്രീയ. എന്ന് വെച്ചാല് ഒന്നും ചിന്തിക്കാതെ ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും ഇപ്പം വാഗാടിന്റെ ഒരു സംഗതിയില്ലേ, അപ്പൊ അവർക്കറിയാം ഇവിടെ വെള്ളം പൊന്നുന്ന സ്ഥലമാണ്, വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. അപ്പൊ അവരതിനനുസരിച്ച് ചെയ്യണം.